ഉറക്കിക്കിടത്തി. അപ്പോൾ നമ്മള് ഈ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ, ആദ്യത്തെ ഓപ്പറേഷൻ ദൈവം ആദത്തിൽ ചെയ്തു. ആദത്തെ ഉറക്കിക്കിടത്തി. ഇപ്പോ ഈ ആദത്തെ ഉറക്കിക്കിടത്തിയ ബൈബിളിൽ നിന്നാണ് അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. ഡോക്ടർ അനസ്തേഷ്യ കണ്ടുപിടിച്ചത് ഈ ആദത്തെ ഉറക്കിക്കിടത്തി ആദത്തിന്റെ വാരിയലിൽ ഒന്നെടുത്ത് ആ അസ്ഥിയിൽ നിന്നാണ് ദൈവം രണ്ടാമത് സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ ആദത്തിന്റെ മുമ്പിൽ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആദം അവളെ കുറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമേ എന്ന് പറഞ്ഞവളുടെ അവന്റെ മുഖം പ്രസന്നമായി. പ്രിയമുള്ളവരെ, രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ടതിനാൽ സ്ത്രീ അസാമാന്യമായ കഴിവ്, അസാമാന്യമായ പ്രാഗൽഭ്യത്തോടു കൂടെയാണ് ദൈവം അവളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സ്ത്രീ കരുത്തയാണ്, വളരെ ശക്തിയാണ്. എന്നാൽ എവിടെയാണ് പിഴവ് പറ്റിയത്? സ്ത്രീ എവിടെയാണ് പിന്നമ്പുറത്ത് പോകേണ്ടി വന്നത്? സ്ത്രീയെ ലോകം പിന്നമ്പുറത്ത് തള്ളാൻ എന്താണ് കാരണം? പിശാചിന്റെ കവിശലം മൂലം ഈ സ്ത്രീ അസാമാന്യ സാമർഥ്യമാണെന്നും അവളിൽ എല്ലാ കഴിവുകളുണ്ടെന്നും അവളും പുരുഷനും ചേർന്നിരുന്നാൽ ഈ ഭൂമിയിൽ അവർ ആനന്ദ നൃത്തമാടി അവനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുമെന്നറിയാവുന്ന സാത്താൻ തന്ത്രപൂർവം ഈ സ്ത്രീയെ പ്രേരിപ്പിച്ച് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ദൈവ പദ്ധതിയിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ചു. അങ്ങനെ സ്ത്രീ മുഖേനയാണ് മരിക്കാതിരിക്കാൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പിശാചിന്റെ വാക്ക് കേട്ട് സ്ത്രീ പിശാചിനെ അനുസരിച്ചപ്പോൾ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ധിക്കരിച്ചപ്പോൾ ലോകത്തിൽ മരണം കടന്നു വന്നു. മനുഷ്യൻ മരിക്കാനുള്ള കാരണം പാപം ചെയ്തതും ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടതുമാണ് ഭൂമിയിൽ മരണം കടന്നു വന്നത്. അങ്ങനെ പാപത്തിന് ഇരയായ സ്ത്രീ ശപിക്കപ്പെട്ടവളായി കാണപ്പെട്ടു മനുഷ്യൻ കരുതി. അങ്ങനെയല്ലേ സമൂഹത്തിന്റെ പിന്നമ്പുറത്തേക്ക് സ്ത്രീ സമൂഹം തള്ളപ്പെട്ടത്. ഇപ്പോ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന രാജ്യങ്ങളില്ലേ? അങ്ങനെ സ്ത്രീ വലിയൊരു വിഭാഗം സ്ത്രീ ഇന്നും സമൂഹത്തിന്റെ പിന്നമ്പുറത്ത് തിളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാനാണ്. എന്നാൽ